ശബരിമലയിലെ ദോഷങ്ങൾ മാറ്റാൻ പരിഹാര ക്രിയകൾ ആരംഭിച്ച ദേവസ്വം കൊല്ലൂർ മൂകാംബികയിലും കാസർഗോഡ് കുമാരമംഗലം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലുമായിരുന്നു പ്രത്യേക പൂജകൾ. വാഗ്ദോഷം മാറാനാണ് കൊല്ലൂരിലെ പൂജകൾ. 2018 ദേവപ്രശ്നത്തിലാണ് ദോഷങ്ങൾ കണ്ടെത്തിയത്. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുകയാണ്. അരുൺ, എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് ഈ പൂജകൾ? എന്തൊക്കെ പരിഹാര ക്രിയകളാണ് നടക്കുന്നത്? അപ്പം 2018 ദേവപ്രശ്നത്തിൽ കണ്ടെത്തിയ ദോഷങ്ങൾ അതെന്തൊക്കെയായിരുന്നു അരുൺ? അശ്വതി, ഒരു ദേവപ്രശ്നം എന്നാൽ ദേവന്റെ ഹിതമറിയുക, അതോടൊപ്പം തന്നെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക. ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഓരോ ദേവപ്രശ്നത്തിലൂടെയും ഉണ്ടാകുന്നത്. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായി തന്നെ ശബരിമലയിൽ ദേവപ്രശ്നം നടത്തിയിരുന്നു. പക്ഷേ അന്ന് ശബരിമലയിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഭഗവാൻ ഉണ്ടാകുന്ന അനിഷ്ടങ്ങളെക്കുറിച്ച് കൃത്യമായി തന്നെ ആ ദേവപ്രശ്നത്തിൽ തെളിയുകയും ചെയ്തിരുന്നു. പക്ഷേ മാറി മാറി വന്ന ഭരണസമിതികൾ അതൊന്നും തന്നെ കൃത്യമായി പരിഹാര ക്രിയകൾ ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് ഒന്നും തന്നെ അവർ പോയിരുന്നില്ല. 2018 കൃത്യമായി തന്നെ ഈ രേഖകളിലൊക്കെ തന്നെ ആ രേഖകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അറിയാം, പരിഹാരമായി നിർദ്ദേശിച്ച ആ കാര്യങ്ങളൊക്കെ തന്നെയും എത്രയും വേഗം ചെയ്യണമെന്നുള്ള ഒരു കാര്യമായിരുന്നു പറഞ്ഞത്. അത് ക്ഷേത്രത്തിന് ഏറെ ബാധിക്കുന്ന, ക്ഷേത്ര ചരിത്രത്തിന് തന്നെ ഏറെ ബാധിക്കുന്ന പ്രശ്നങ്ങളായിരുന്നു ആ സമയങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. അതിനൊരു പരിഹാര ക്രിയകളായിട്ട് നിരവധി ക്ഷേത്രങ്ങളിൽ വഴിപാടുകളടക്കം നിശ്ചയിച്ച് നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ അത് നടക്കാൻ വേണ്ടിയിട്ട് ഒരു തരത്തിലുള്ള നടപടികളും സ്വീകരിച്ചിരുന്നില്ല. നമുക്കറിയാം, ആ സമയങ്ങളിലൊക്കെ തന്നെ മറ്റു പല കാര്യങ്ങളിലുമായിരുന്നു സർക്കാരിനും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിനും ഒക്കെ തന്നെ ശ്രദ്ധയുണ്ടായിരുന്നത്. ആ ക്ഷേത്രാധികാര്യങ്ങളിൽ ഉണ്ടാകുന്ന വലിയ വീഴ്ചകൾ അത് നമുക്ക് ഓരോ ദിവസങ്ങളിലും അങ്ങനെ ഏറ്റവും ഒടുവിൽ നെയ്ക്കൊള്ളയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. അങ്ങനെ ശബരിമലയെ എങ്ങനെയെങ്കിലും വിൽപ്പന കേന്ദ്രമാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യം മാത്രമായിരുന്നു ആ സമയങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. ദേവപ്രശ്നം പേരിന് ഭക്തജനങ്ങളുടെ വലിയ ആവശ്യപ്രകാരമാണ് ദേവപ്രശ്നങ്ങളൊക്കെ തന്നെയും നടക്കുക. കാരണം അതിനുള്ള നിമിത്തങ്ങളൊക്കെയും ക്ഷേത്രത്തിൽ കാണിക്കുകയും ചെയ്യുന്നു. ആ സമയമാണ് ഇത്തരത്തിൽ ദേവപ്രശ്നം നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തത്. അതിനുശേഷമാണ് ഇപ്പോൾ ദേവപ്രശ്നം നടത്തി അതിന് പരിഹാര ക്രിയകൾ, വർഷങ്ങൾക്ക് ഇപ്പുറത്തേക്കുള്ള ഒരു പരിഹാര ക്രിയകൾ നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ ദേവസ്വം ബോർഡ് എത്തിയിരിക്കുന്നത്. കാരണം അത്ര വലിയ തിരിച്ചടികളാണ് ദേവസ്വം ബോർഡിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് പരിഹാര ക്രിയകൾ ശബരിമലയിലേക്ക് പുതിയ ചുമതലയേറ്റ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിലാണ്, ശാന്തകുമാറിന്റെ നേതൃത്വത്തിലാണ് ഈ പരിഹാര ക്രിയകളൊക്കെ തന്നെ ഇവിടെ ആരംഭിച്ചത്. ഇതിൻ്റെ ആദ്യ പടിയായി ഇപ്പോൾ മൂകാംബിക ക്ഷേത്രത്തിലാണ് ആദ്യമായി പരിഹാര ക്രിയകളുടെ തുടക്കം ഉണ്ടായിരുന്നത്. അതിനുശേഷം കാസർഗോഡ് എത്തിയിരിക്കുന്നു. അവിടുത്തെ ക്ഷേത്രത്തിലും പരിഹാര ക്രിയകൾ നടത്താനുള്ള ഒരു നടപടികളിലേക്കാണ് എത്തിയിരിക്കുന്നത്. വാഗ്ദോഷം മാറാനാണ് കൊല്ലൂരിൽ പൂജകൾ നടത്തിയിരുന്നത്. ഇതിനുശേഷമാണ് ഈ കാസർഗോഡ് കുമാരമംഗലം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ കൂടി പ്രത്യേക പൂജകൾ നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ഇനിയും കൃത്യമായുള്ള ദേവപ്രശ്നത്തിലുള്ള പരിഹാര ക്രിയകൾ നടത്തും. അത് വരും ദിവസങ്ങളിലേക്ക് എത്രയും വേഗം തന്നെ പരിഹാര ക്രിയകൾ അതിൽ നിശ്ചയിച്ച വഴിപാടുകൾ നടത്താനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. 25ഓളം വഴിപാടുകളാണ് ഈ ദേവപ്രശ്നത്തിന്റെ ഭാഗമായി പരിഹാരത്തിനായി ഇപ്പോൾ ദേവസ്വം ബോർഡിനായി മുന്നിലുള്ളത്. അത് ഇത്രയും വേഗം തന്നെ നടത്തുമെന്നാണ് എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിക്കുന്നത്. വിവരങ്ങൾ വ്യക്തമാണ് അരുൺ കൊടുങ്ങൂർ.